മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ സിരയായിട്ടുള്ള പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഖാർക്ക് ദ്വീപിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം മേഖലയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന ഈ ഒരു ദ്വീപ് കേവലം ഒരു ഭൂപ്രദേശമല്ല, പിന്നീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറിച്ച് അത് ഇറാന്റെ ഒരു സാമ്പത്തിക കരുത്തിന്റെ നാഡീകേന്ദ്രം കൂടിയാണ്. ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ചെറുതാണെങ്കിലും ഖാർക്ക് ദ്വീപിന്റെ പങ്ക് വളരെ വലുതാണ്. അത് മാത്രമല്ല 20 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ ഒരു പാറക്കെട്ടുകൾ നിറഞ്ഞ ദ്വീപിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കിരീട രത്നം എന്നാണ് വിശേഷിപ്പിച്ചത്. അബൂസർ, ഫറൂസാൻ തുടങ്ങിയ ഇറാന്റെ ഭീമാകാരമായിട്ടുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ലോക വിപണിയിലേക്ക് ഒഴുകുന്നത് ഈ ഒരു ദ്വീപിലെ ലോഡിംഗ് ടെർമിനലുകൾ വഴിയാണ്. ഇറാന്റെ സൈനികവും ഭരണവുമായിട്ടുള്ള നിലനിൽപ്പിന് ഈ ഖാർക്ക് ദ്വീപ് എത്രത്തോളം നിർണായകമാണ് എന്ന് ആഗോള നിരീക്ഷകർ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി നോക്കൂ, പ്രതിവർഷം 95 കോടി ബാരൽ അസംസ്കൃത എണ്ണ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു കേന്ദ്രം തകർന്നു കഴിഞ്ഞാൽ ഇറാന്റെ സാമ്പത്തിക അടിത്തറ ഇളകുമെന്ന് ശത്രുക്കൾ കണക്കുകൂട്ടുന്നു. എന്നാൽ അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായിട്ടുള്ള പൈപ്പ് ലൈൻ ശൃംഖലകളും ഈ സംഭരണ ടാങ്കറുകളും കൊണ്ട് ഈ ഒരു ദ്വീപിനെ ഇറാൻ ഒരു കോട്ടയായിട്ട് മാറ്റിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികളെ ഇറാൻ നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. ഈ ഖാർക്ക് ദ്വീപിന് നേരെ ഉണ്ടായിട്ടുള്ള ബോംബാക്രമണത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഈ ഒരു കപ്പൽ ഗതാഗതം തടയുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ആഗോള വിപണിയെ വിറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ എണ്ണയുടെ 20% കടന്നു പോകുന്ന ഈ ഒരു കടലിടുക്ക് അടയ്ക്കാൻ ഇറാന് സാധിച്ചാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയുടെ അന്ത്യത്തിന് തുടക്കമിടും. ഇനി നോക്കിക്കേ, അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കുതിച്ചുയർന്നു. ഒപെക് രാജ്യങ്ങളിലെ 4ാമത്തെ വലിയ ഉൽപാദകരായിട്ടുള്ള ഇറാൻ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധം തുടർന്നാൽ ഗൾഫിൽ നിന്ന് 1 ലിറ്റർ എണ്ണ പോലും പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം കൂടിയാണ്. ഇനി നോക്കിക്കേ, ഇറാൻ വെറും ഒരു സാമ്പത്തിക ശക്തി മാത്രമല്ല, പ്രതിരോധ രംഗത്തും അവർ വൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ ഒരു ഭൂഗർഭ മിസൈൽ സിറ്റികളിൽ നിന്ന് ഈ കാമികാസെ കപ്പൽപ്പടയെ ഇറാൻ പുറത്തിറക്കി. പിന്നീട് കടലിലൂടെ സഞ്ചരിച്ച് ശത്രു കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ഈ ഒരു ആത്മഹത്യാ ഡ്രോൺ ബോട്ടുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വലിയ ഭീഷണിയായിട്ട് ഉയരുകയും ചെയ്തു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാർഗൻ ഈ ഒരു സംഭവത്തിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ഖാലിബ് ബാഫിന്റെ പ്രസ്താവന ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വ്യക്തമാക്കുകയാണ്. അതായത് ദ്വീപുകൾ ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ എല്ലാ നിയന്ത്രണങ്ങളും ഉപേക്ഷിക്കുമെന്നും അമേരിക്കൻ സൈനികരുടെ ജീവന് ട്രംപ് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയാണ്. അതായത് ഇറാന്റെ ഭാഗത്തുനിന്ന് കടുത്ത നിർദ്ദേശം. ശത്രുക്കളുടെ ഏത് ആക്രമണത്തിനും 10 ഇരട്ടി പ്രഹരം നൽകാൻ എടുത്തിരിക്കുകയാണ് ഇറാൻ സൈന്യം. ഈ ഖാർക്ക് ദ്വീപ് ഇറാന്റെ എണ്ണ കേന്ദ്രം മാത്രമല്ല, ഈ ചരിത്രപരമായിട്ടുള്ള പൈതൃകത്തിന്റെ കേന്ദ്രം കൂടിയാണ്. 7ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധ ദേവാലയങ്ങൾ മുതൽ ഈ അക്കീമെനിഡ് കാലഘട്ടത്തിലെ ലിഖിതങ്ങൾ വരെ നീളുന്ന ഈ ദ്വീപിന്റെ സാംസ്കാരിക പ്രാധാന്യം വളരെ വലുതാണ്. ഈ പൈതൃകത്തിന് മേലുള്ള കടന്നുകയറ്റം ഇറാന്റെ ദേശീയ വികാരത്തെ ആളിക്കത്തിച്ചിരിക്കുകയാണ്. ഇനി നോക്കിക്കേ, മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു സംഘർഷം ഇന്ത്യയെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. LPG വിതരണത്തിൽ ഇന്ത്യ അനുഭവിക്കുന്ന തടസ്സങ്ങൾ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. എന്നാൽ യുദ്ധത്തിനിടയിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തകരാതെ സംരക്ഷിക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്കുള്ള ചില ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നത് ഇതിന്റെ ഒരു സൂചന കൂടിയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഒത്തുതീർപ്പിന്റെ ഭാഗവുമാണ്. അതായത് ഇന്ത്യക്ക് ആ ഒരു കടലിടുക്ക് വഴി വരാം എന്നുള്ളൊരു ഒത്തുതീർപ്പ്. എന്തായാലും ഖാർക്ക് ദ്വീപിനെതിരായിട്ടുള്ള ആക്രമണം ഒരു പരീക്ഷണമായിട്ടാണ് അമേരിക്ക കാണുന്നത് എങ്കിലും അത് ഇറാന്റെ യഥാർത്ഥ പ്രതിരോധ ശേഷിയെ തുറന്നുവിടാൻ കാരണമായേക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഹോർമുസ് കടലിടുക്കിലോ അല്ലെങ്കിൽ പ്രാദേശിക ഊർജ്ജ കേന്ദ്രങ്ങളിലോ ഇറാൻ കടുത്ത പ്രതികാര നടപടികൾ സ്വീകരിച്ചാൽ അത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കും എന്നതിൽ സംശയമില്ല. ഇനി പേർഷ്യൻ ഗൾഫിലെ കാര്യം നോക്കൂ, അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫിലെ അനാഥമുത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഒരു ഖാർക്ക് ദ്വീപ് ലോകരാജ്യങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് അഗ്നിപർവ്വതമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഖാർക്ക് ദ്വീപിന് നേരെ നടന്ന ആക്രമണം എന്ന് പറയുന്നത് കേവലം ഒരു എണ്ണ കയറ്റുമതി കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണമല്ല,
മറിച്ച് ഇറാന്റെ ആത്മാഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഇറാൻ കണക്കാക്കുന്നത്. ഇറാന്റെ ഈ ഒരു സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണിയും ഈ കാമിക്കാസെ കപ്പൽപ്പടയുടെ വിന്യാസവും വഴി ഇറാൻ ലോകത്തിന് നൽകുന്നത് വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ആഗോള വിപണിയിൽ എണ്ണവില $100 കടന്നതും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധന വിതരണം തടസ്സപ്പെട്ടതും സൂചിപ്പിക്കുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ പ്രത്യാഘാതം അതിരുകൾ കടന്നതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇറാന്റെ കിരീട രത്നമായിട്ടുള്ള ഖാർഗ് ദ്വീപിനെ തൊടുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ സ്ഫോടനത്തിന് തിരികൊളുത്തിയതായി അല്ലെങ്കിൽ തിരികൊളുത്തലായി മാറിയേക്കാം എന്നതാണ് മറ്റ് നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഈ ഖാർഗ് ദ്വീപ് ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം മേഖലയിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി ലോക രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇറാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ കരയേണ്ടി വരും, അതിനനുസരിച്ചുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സൈനിക കേന്ദ്രങ്ങൾക്കൊപ്പം സാമ്പത്തിക മേഖലയും തകർക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് എടുത്തു ചാടി ചെയ്യുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ലാസ്റ്റ് വിനയാവുന്നത് മറ്റുള്ള രാജ്യങ്ങൾ കൂടിയാണ്. ഇത് ട്രംപ് മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല അമേരിക്കയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ്. എന്തായാലും ട്രംപ് മൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ലോക രാജ്യങ്ങൾ നേരിടുന്നത് എന്നത് പല രാജ്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ട്രംപ് പറയുമ്പോഴും ഈ പശ്ചിമേഷ്യയില് വീണ്ടും യുദ്ധമേഘങ്ങൾ കനക്കുകയാണ്. അതായത് ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ മേഖലയിലാകെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന എണ്ണ കമ്പനികളെയും ഉൽപാദന നിലയങ്ങളെയും തകർക്കും അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അതിനി ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇറാന്റെ നിലപാടനുസരിച്ച് ഇറാൻ പറയുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന രീതിയാണ്. പക്ഷെ അമേരിക്കയെ പോലെയല്ല. എന്തായാലും ഇനി ഇറാന്റെ ഈ സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള ഖാർഗ് ദ്വീപിലെ എണ്ണക്കണ്ണികൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളോടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് ഇറാൻ നടത്താൻ പോകുന്നത്. ഇറാന്റെ പരമാധികാരത്തിനു മേൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ പങ്കാളിത്തമുള്ള എല്ലാ എണ്ണ സന്നാഹങ്ങളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലായിരിക്കുമെന്ന് വക്താവ് വ്യക്തമാക്കിയത് വളരെ ഭയപ്പെടുത്തുന്നുണ്ട് അമേരിക്കയെ. ഇനി ഇറാന്റെ ഓരോ തുള്ളി എണ്ണയ്ക്കും പകരമായിട്ട് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ എണ്ണപ്പാടങ്ങൾ ചാരമാകുമെന്ന കടുത്ത നിലപാട് സൈന്യം സ്വീകരിച്ചിരിക്കുന്നത് ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭീതിയിലാഴ്ത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം ഭീതി കനക്കുകയാണ്. നിലവിൽ ഖാർഗ് ദ്വീപിലെ ഇറാന്റെ ചില സൈനിക താവളങ്ങൾ തകർത്തു കഴിഞ്ഞുവെന്നും അടുത്ത ലക്ഷ്യം എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളാണ് എന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന മേഖലയിലെ ക്രൂഡ് ഓയിൽ വിപണിയും ആഗോള സമ്പദ് വ്യവസ്ഥയും കനത്ത ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന പാതകളുടെ നിയന്ത്രണം ഇറാന്റെ കൈവശമുള്ള സാഹചര്യത്തിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാൽ ലോകത്തെ എണ്ണ വിതരണ ശൃംഖല പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കാം. ഇനി ഈ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ എണ്ണ കമ്പനികളും ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്ന മുന്നറിയിപ്പും വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ സൂചനയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള യുദ്ധം തുടങ്ങുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം ആയിരിക്കും അമേരിക്കയ്ക്ക് ഒരു ഭവിഷ്യത്തായിട്ട് മാറുന്നത് എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഒരു ദേശത്തെ അല്ലെങ്കിൽ ആ ഒരു ദ്വീപിനെ ഈ അമേരിക്ക ആക്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് കടുത്ത നിലപാടെടുത്തുകൊണ്ട് ഇറാൻ രംഗത്തെത്തുന്നത്. എന്തായാലും ഈ ഒരു യുദ്ധം ഓരോ ദിവസം കഴിയും തോറും ഓരോരോ മാറ്റങ്ങളോടെ മുന്നോട്ട് പോവുകയാണ്. ഇറാന്റെ നിലപാട് കൂടുതൽ കരുത്ത് പകരുന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രശ്നം ഇനി എത്രത്തോളം ഇറാൻ നോക്കിക്കാണുമെന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നും എന്തായാലും നമുക്ക് അടുത്ത് തന്നെ അറിയാൻ സാധിക്കും. കാരണം അത്രത്തോളം ഉള്ള മുന്നറിയിപ്പുകളാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞ വാക്ക് അതുപോലെ അനുസരിക്കുന്ന ഒരു ടീമും കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാൻ സൈന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള വലിയ പ്രത്യാക്രമണം ഉണ്ടാകാൻ വലിയ രീതിയിലുള്ള സാധ്യതയാണ് ഉടനടി കാണുന്നത്.